ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അൽഹംദുലില്ലാ 2025 നമ്മൾ ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് 2-3 ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ പോയവരെല്ലാം ഒന്നും കൂടെ ഒത്തുകൂടിയിട്ടോ. അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മളുടെ ഈ ഒരു ഗെറ്റ് ടുഗദർ കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ. അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗ്രൂപ്പിലെ ബഷീർക്കയാണ്. ഏകദേശം 12 മണിയോടെ എല്ലാവരും ബഷീർക്കൻ്റെ വീട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുന്നതാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ഫ്ലൈറ്റിൽ ഏകദേശം 170 ആളുകളുണ്ടായിരുന്നു. എല്ലാവരും ഇല്ലെങ്കിലും പറ്റുന്നവരൊക്കെ ഇന്നത്തെ പരിപാടിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ടീം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 50 ദിവസം ഒരുമിച്ചായിരുന്നു. മക്കയിലാണെങ്കിലും മദീനയിലാണെങ്കിലും ഉടനീളമുള്ള യാത്രകളിലാണെങ്കിലും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ടീം ഒരു ഫാമിലി പോലെയാണ് കേട്ടോ. ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയതിനു ശേഷം എല്ലാവരും പല തിരക്കുകളിലും ആയിപ്പോയി. കുറേ നാളുകൾക്ക് ശേഷം സ്വന്തം ഫാമിലിയായിട്ട് റീയൂണൈറ്റ് ചെയ്തതിൻ്റെയും കാലാവസ്ഥാ മാറ്റം കൊണ്ട് വന്നിട്ടുള്ള ഒരുപാട് അസുഖങ്ങളുടെയും അങ്ങനെ നാട്ടിലാകുമ്പോൾ വീണ്ടും പല കാര്യങ്ങളിലും ഇൻവോൾവ് ആവുമല്ലോ. അങ്ങനെ പല തിരക്കുകളും മാറ്റിവെച്ച് വീണ്ടും എല്ലാവരെയും കാണാൻ വേണ്ടി വന്നവരാണ് കേട്ടോ ഇത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഗെറ്റ് ടുഗദർ ആണ്. ബേപ്പൂരിൽ നിന്നും ഏകദേശം 1-1.5 മണിക്കൂർ നീളുന്ന ഒരു ബോട്ട് യാത്ര. അതിൻ്റെ കൂടെ ഒരു അടിപൊളി ഉച്ചഭക്ഷണം, വൈകിട്ടത്തെ ചായയും. ലഹുര നമസ്കാരത്തിന് ശേഷം നമ്മളെല്ലാവരും ബഷീർ ഖാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ ആങ്കർ ചെയ്തിട്ട് ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഉച്ചഭക്ഷണം. എൻ്റെ റൂംമേറ്റ് സെക്കിൻ താത്ത എന്നെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്, അതോടൊപ്പം നല്ല കാറ്റും ഉണ്ട്. ഏകദേശം 70 ആളെ ഒരു ബോട്ടിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏകദേശം ഒരു 60-65 ആളെ ഉണ്ടായിരുന്നുള്ളൂ. ഒക്ടോബർ 2 നമ്മളുടെ ഈ ഒരു പരിപാടി. അന്ന് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് നമ്മളുടെ SHI ആയ വാഹിദ് സാറിനും കൺവീനിയൻ്റ് ആവുമല്ലോ. അങ്ങനെ ബോട്ടിൽ കയറി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലിരുന്നു. 70 ആളുകൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു ബോട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ അത്. താരതമ്യേന ചെറിയൊരു ബോട്ടായിരുന്നു. അങ്ങനെ ബോട്ട് സവാരി ഇപ്പം തുടങ്ങുമെന്ന് വിചാരിച്ച് എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് വേറൊരു സംഭവം തുടങ്ങിയത്. നമ്മളുടെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം വിളമ്പൽ. നല്ല അടിപൊളി കോഴിക്കോടൻ ചിക്കൻ ബിരിയാണിയും ബീഫ് റോസ്റ്റും ആയിരുന്നു നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം. പിന്നീടാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ഈ ബോട്ടിലിരുന്ന് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മളുടെ യാത്ര തുടങ്ങുന്നതെന്നും ഇതിലും വിശാലമായ മറ്റൊരു ബോട്ടിലാണ് നമ്മൾ യാത്ര പോകുന്നതെന്നും. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ വേറൊരു ബോട്ടിലേക്ക് മാറുന്നതാണ്. ഭക്ഷണമൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ഒക്കെയാണ് എല്ലാവരും. ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റാത്തവരൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഫാമിലിയിലുള്ള ബാക്കി മെമ്പേഴ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനോടൊപ്പം അപ്പുറത്ത് നല്ല തകൃതിയിൽ ഭക്ഷണം വിളമ്പുന്നു. അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ മിനയിലും മുസ്തലിഫയിലും അരഫയിലൊക്കെ ഒരുമിച്ച് പോയതും കിടന്നതും താമസിച്ചതുമായിട്ടുള്ള എല്ലാ കഥകളും വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയതിന് ശേഷം ആ പാത്രത്തിൽ ബാക്കിയുണ്ടായിരുന്ന ബിരിയാണി ഇവർ 4 പേരും കൂടെ ഒന്ന് ഒത്തുപിടിച്ച് തീർക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും പ്രോത്സാഹനത്തോടും സപ്പോർട്ടോടും കൂടി വിജയകരമായിട്ട് അവർ ആ മിഷൻ അക്കംപ്ലിഷ് ചെയ്തു. അങ്ങനെ നമ്മളുടെ ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും അടുത്ത ബോട്ടിലേക്ക് കയറി. അപ്പോൾ ഇതാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോണ ബോട്ട്. എല്ലാവരും കയറിയതിന് ശേഷം അഹ്സൻ്റെ ഖിറാഅത്ത് കൊണ്ടാണ് പ്രോഗ്രാം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. خالدين فيها لا يبغون عنها حولا قل لو كان البحر مدادا لكلمات ربي لنفذ البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه
فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. അതിനുശേഷം അബ്ബാസ് മാഷിന്റെ ചെറിയൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. സന്തോഷത്തിൻ്റെ ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഏതാണ്ട് 3 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മളെ എല്ലാവരും ഇല്ലെങ്കിലും സജീവമായി അന്ന് പരിചയപ്പെട്ട ഏറെക്കുറെ ആളുകൾ ഈ ഉദ്യമത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും ഈ സൗഹൃദം പുതുക്കുന്നതിനും അതുവഴി നമുക്ക് ഓർമ്മകൾ പങ്കിടുന്നതിനും ഏറ്റവും കൂടുതൽ ഉത്സാഹിച്ച് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർക്കാണ്. അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. പിന്നെ നമ്മൾ ഓരോരുത്തരും ഈ യാത്ര അല്ലെങ്കിൽ ഈ ഒരു ഒത്തുചേരൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്പരം അറിയുന്നതിനും പരസ്പരം നമ്മളന്ന് ഏതാണ്ട് 50 ദിവസത്തോളം നമ്മൾ ഒന്നിച്ച് ആ പുണ്യഭൂമിയിൽ ചിലവഴിച്ച ഓർമ്മകൾ പങ്കിടുന്നതിനുമൊക്കെയാണ്. അപ്പോൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നില്ല, ഓരോരുത്തർക്കും അവരുടേതായ ഓർമ്മകൾ അയവിറക്കാനുണ്ടാവും. ഇതാൽ നമ്മുടെ യാത്ര അന്ന് വളരെ നല്ല രീതിയിൽ നമുക്ക് പരിസമാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് മുടച്ച റബ്ബിനെ സ്തുതിക്കുകയാണ്. നമ്മുടെ SHI വാഹിദ് സാറ്, അതേപോലെ സജീവ സാന്നിധ്യങ്ങളായിരുന്ന ഒട്ടനവധി പേരിന്ന് നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ആ പുണ്യഭൂമിയിലേക്ക് എത്തിയതിൻ്റെ ഒരു പരിച്ഛേദം നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന ഈ അവസരത്തിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. അവസരത്തിനനുസരിച്ച് ഇടപെടാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മൈക്ക് ജിസ്വാന് കൈമാറുന്നു. പിന്നീട് കുറെ അധികം നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നല്ലൊരു യാത്രയായിരുന്നു അത്. ചേരാൻ എനിക്ക് മോഹം, കുടിക്കാൻ എനിക്ക് ദാഹം, അവിടെ കൊട്ടാരങ്ങൾ തല്ലി വീണ് കണ്ട് സ്വർഗ പല്ലേക്കിൽ സുലൈമാൻ നബിയെ കണ്ട് ൂറുന്നീസാനികൾ പാടി കാളിക്കൻ കണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, കുടിക്കാൻ എനിക്ക് ദാഹം. ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജാക്കറ്റ്സ് മസ്റ്റാണ്. പ്രത്യേകിച്ച് ബോട്ടിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകുമ്പോൾ. നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫറൂഖ് പാലാണ്. ചെറിയൊരു ബോട്ട് യാത്രയാണെങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നു. ഇത് ഇത്രയും ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ബഷീർക്കക്ക് ജസാക്കല്ലാഹ് ഖൈർ. ബോട്ടിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇതിലും അടിപൊളി വ്യൂ ആണ് കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇതാണ് ബോട്ടിൻ്റെ മുകൾ ഭാഗം. ഇവിടുത്തെ ഹാൻഡ് റെയിൽസ് ഒക്കെ അവർ ടെമ്പററി ആയിട്ട് ഊരി വെച്ചതാണ് കേട്ടോ. ചില സമയത്ത് ബ്രിഡ്ജസും ഇലക്ട്രിക് ലൈൻസൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. ശരിക്കും ഈ ഒരു ആംഗിളിൽ നമ്മൾ ആലപ്പുഴയൊക്കെ പോയി ബോട്ടിങ് ചെയ്യണ പോലെ തന്നെ ഉണ്ട്. അങ്ങനെ അടുത്തതായിട്ട് വീണ്ടും ഒരു ഇലക്ട്രിക് ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് നമ്മളെല്ലാവരും താഴോട്ട് തന്നെ ഇറങ്ങി. ഇതിനകത്ത് നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ, നല്ല അടിപൊളി ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ പുറത്തുതന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, അതിൻ്റെ അടുത്തൊരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ആവശ്യത്തിലേറെ ജാക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഇതുപോലെ നല്ലൊരു റെസ്റ്റ് റൂമും ഉണ്ട് കേട്ടോ. ഈ റെസ്റ്റ് റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഒരു വലിയ വിൻഡോ ഉണ്ട്, നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നൊരു വിൻഡോ ആണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ അടിപൊളിയാണ്. അങ്ങനെ ഏകദേശം നമ്മളുടെ ഈ ഒരു യാത്ര അവസാനിക്കാനായിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ SHI ആയ വാഹിദ് കാക്ക് നമ്മളുടെ എല്ലാവരുടെയും വകയായിട്ടുള്ളൊരു സ്നേഹ സമ്മാനം കൊടുക്കാനും ഉണ്ട്.
അപ്പോൾ ഏകദേശം കറക്റ്റ് സമയത്താണ് കേട്ടോ ഞാൻ താഴെ എത്തിയത്. ആ ഉമ്മച്ചിയുടെയും വാപ്പച്ചിയുടെയും വാക്കുകളാണ് ജീവിതത്തിൽ എപ്പോഴും പകർത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ദിവസങ്ങളിൽ എപ്പോഴും ഓരോ കാര്യം ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മച്ചിന്റെയും വാപ്പച്ചിന്റെയും വാക്കുകളാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ മരണപ്പെട്ടു പോയ എൻ്റെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ ഒരു കൂട്ടായ്മ വെറും ഒരു കൂടൽ എന്നതിനപ്പുറം നമുക്ക് സമൂഹത്തിൽ ചിലതൊക്കെ ചെയ്യാനുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാത്ത ആയിരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തവര്, ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ചിട്ട് സാമ്പത്തികമായി ഇല്ലാത്തതിന്റെ പേരിൽ ഹജ്ജ് എന്ന ഒരു വലിയ സ്വപ്നം നഷ്ടപ്പെടുന്നവര്, നമ്മൾ ഒരു ചെറിയ ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഓരോരുത്തരും മാസം 100 രൂപ, നമ്മൾ ഏകദേശം 172 ആളുണ്ട്, 17,200 രൂപ വരും. അങ്ങനെ നമ്മളൊരു കൊല്ലം വെച്ച് നോക്കിയാൽ ഒരാളെ നമ്മളെ വീടിൻ്റെ അടുത്ത് ഇത്ര ആഗ്രഹമുള്ള ആളുകളൊക്കെ കണ്ടെത്തി അതിൽ ഒരാളെ നമുക്ക് ഹജ്ജിന് പറഞ്ഞയക്കാൻ പറ്റിയാൽ ഇതൊക്കെയായിരിക്കും നമ്മൾ അടയാളപ്പെടുത്തല്. നമ്മുടെ കയ്യൊപ്പ് പതിയണം. നാളെ ഇതേപോലെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് പൊട്ടുമാറാവട്ടെ. ഓരോ ദിവസവും റൂം നമ്പർ, ബിൽഡിംഗ് നമ്പർ 345, 201 മുതൽ 507 വരെയുള്ള എല്ലാ റൂമിലെയും ആളുകൾ അവിടെ പോവുക. ചില റൂമിൽ പോകാൻ പേടിയാ, നാസർക്കാരുടെ റൂമിലൊക്കെ, കാരണം ഭക്ഷണം കഴിപ്പിച്ച് കൊല്ലും അവര്. മദീനയിൽ റൂമിലേക്ക് ചെല്ലാൻ തന്നെ പേടിയായിരുന്നു. കാരണം അവരെന്താ ചെയ്യാന്ന് വെച്ചാല് വാതിലടച്ചാലും ഭക്ഷണം കഴിക്കാതെ വിടൂല പറഞ്ഞു. അപ്പോ അതൊക്കെ ഒരു വല്ലാത്ത സ്നേഹമായിരുന്നു. എന്തായാലും ഏറ്റവും നല്ല അനുഗ്രഹം സർവീസിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് 50 ദിവസമായിരുന്നു. നമ്മൾ ഇനിയും ഈ ടീം ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരാശയം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു ചെറിയ ട്രസ്റ്റൊക്കെ നമ്മൾ ലഭിക്കാന്നോ എന്തെങ്കിലുമൊക്കെ പേരിൽ രൂപീകരിച്ച് നമ്മളും നമ്മളെ വീട്ടിലെ ആളുകളൊക്കെ ചേർന്ന് മാസം ഒരു 100 രൂപ എന്ന രീതിയിലോ 50 രൂപയോ അങ്ങനെ അതൊരു ഫണ്ടാക്കി ഒരാളെ ഹജ്ജിന് പറഞ്ഞയക്കുക. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഒരു കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ നമ്മളെ ഈ ടീം, ഇങ്ങനത്തെ ചെറിയ ചെറിയ ചിന്തകളാണ് പിന്നീട് വലിയ വലിയ ആശയങ്ങളായി മാറുന്നത്. അതിനുള്ള കഴിവുള്ളവരുണ്ട്, എല്ലാ അർത്ഥത്തിലും അതിനെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്നവരുണ്ട്. ഏറ്റവും സന്തോഷം, ഇത് ഒരു വല്ലാത്ത എന്താ പറയാ, ഒരു ഔപചാരികത ആയൊരു സംശയം, എന്നാലും നിങ്ങൾ തന്നത് വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്നു. ഇനിയും നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഞാൻ എൻ്റെ ക്യാമറൻ്റെ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുകൊണ്ട് വാഹിദ് ഖാൻ്റെ സംസാരം മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ബോട്ട് കരയിൽ എത്തിയതിന് ശേഷം നല്ലൊരു ചായയൊക്കെ കുടിച്ച് ഇനിയും ഇതുപോലെ ഒത്തുകൂടും എന്നുള്ള ആത്മവിശ്വാസത്തോടെ എല്ലാവരും പിരിഞ്ഞുപോയി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.